ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹൽ, ജീക്സൺ, താപ്പ എന്നീ 3 താരങ്ങൾ എങ്ങനെ പെട്ടെന്ന് നാഷണൽ ടീമിൽ നിന്നൊരു ഡിസപ്പിയർ ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. നാഷണൽ ടീമിൻ്റെ അഭിവാജ്യ ഘടകങ്ങളായിട്ട് നിന്നിരുന്ന 3 താരങ്ങളാണ്, മിഡ്ഫീൽഡിൽ 3 താരങ്ങളാണ്. ഇപ്പം മനോല വന്നതിന് ശേഷം പ്രത്യേകിച്ച് അധികം നാഷണൽ കളേഴ്സിൽ കാണാത്ത താരങ്ങളാണ് ഇവർ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു താരങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ എപ്പോഴും നിലവിലിപ്പം മിഡ്ഫീൽഡിലാണെങ്കിലും ഏത് പൊസിഷനിലാണെങ്കിലും കളിക്കുന്ന പല പ്ലേയേഴ്സിനെ പറ്റിയും പറയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നം, നാഷണൽ ടീം കളിക്കുമ്പോഴത്തേക്കും എന്തോ വേണ്ടാത്ത പോലെ കളിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, നേഷന് വേണ്ടി കളിക്കുന്ന ഫീലില്ല എന്നൊക്കെ ഉള്ളത് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ താരങ്ങളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് നമ്മളുടെ ഒരു മോശം സമയത്താണെങ്കിൽ കൂടി എനിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നം തോന്നാത്ത താരങ്ങൾ ഒരു 3 താരങ്ങളാണ് ഇവർ എന്നുള്ളത്. ഒരു മോശമായിട്ട് കളിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നാഷണൽ ടീമിൽ. അതിപ്പം പറഞ്ഞാൽ ഏതൊരു താരത്തിനും ഒരു ഗുഡ് ഡേയും ബാഡ് ഡേയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം താപ്പയുടെ കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വളരെ മോശമായിട്ട് കളിക്കുന്ന സമയത്ത് ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരണമെന്നുള്ളത്. കാരണം ആ ഒരു ക്ലബ് ലെവലിൽ അത്ര മോശമായിട്ട് കളിക്കുന്നൊരു സാഹചര്യമായിരുന്നു അന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിലവിലത്തെയൊക്കെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോമിനേക്കാൾ അല്ലെങ്കിൽ ISL എങ്ങനെ കളിക്കുന്നു എന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് നാഷണൽ ടീമിൽ അവർ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അവിടെ എങ്ങനെ നമുക്ക് ഒരു പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നു, എങ്ങനെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ജീക്സൺ സിംഗ് എന്ന് പറയുന്ന താരത്തെ പറ്റി എടുക്കാം. അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇക്കഴിഞ്ഞ സീസണിലാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു കൂടുമാറ്റം നടത്തുന്നത്. ഈസ്റ്റ് ബംഗാളിൽ പോയതിന് ശേഷം ഇപ്പം ക്ലബിൻ്റെ ഒരു മോശം പെർഫോമൻസ് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് റെഗുലറായിട്ട് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടക്കാലത്ത് അദ്ദേഹം റെഗുലർലി സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് പ്ലെയറോ ആകുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നിരുന്നു. അപ്പം എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഏതാണ്ട് 1146 മിനിറ്റ്സോളം ISL കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു മോശമായിട്ടുള്ള മിനിറ്റ്സ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടയ്ക്കൊന്ന് സൈഡായി പോയി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റെഗുലറായിട്ടൊക്കെ തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം ആയുഷ് ഛേത്രിയൊക്കെ DM ആയിട്ട് പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ജീക്സൺ സിംഗിനെ നമുക്ക് ഉപയോഗിച്ചുകൂടാ? കാരണം നാഷണൽ ടീമിൽ 15ഓളം മത്സരങ്ങൾ കളിച്ചിട്ട് നാഷണൽ ടീമിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. നമ്മൾ ആയുഷ് ഛേത്രിയുടെ കാര്യത്തിൽ കഴിഞ്ഞ 2-3 കലണ്ടേഴ്സിലൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്ന സമയത്ത്, സ്കോഡിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ടീമിൽ ഇപ്പോഴും ഫിറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അനിരുദ്ധ് താപ്പയിലേക്ക് വരാം. താപ്പ ചെന്നൈയിൽ നിന്ന് മോഹൻ ബഗാനിലേക്ക് കൂടുമാറ്റം നടത്തിയിട്ടുള്ള സമയത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ ഡൗൺ ആയിരുന്നു. നാഷണൽ ടീമിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൽ ചില ഡൗൺഫാൾ പോലെയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അന്നേരം പറഞ്ഞിരുന്നു ഇനി വേറൊരു പ്ലെയറെയൊക്കെ CM പൊസിഷനിൽ പരിഗണിക്കണം, അദ്ദേഹത്തെ തന്നെ റെഗുലറായിട്ട് കളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടില്ല. മിനിറ്റ്സ് ഒക്കെ കുറവായിരുന്നു. ഇപ്പം നാഷണൽ ടീമിൽ 58ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. 27 വയസ്സിൽ തന്നെ അദ്ദേഹം വളരെ യങ് ഏജിൽ തന്നെ നാഷണൽ ടീമിൽ വന്നിട്ട് നമുക്കറിയാം നാഷണൽ ടീമിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തി ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന നിലയിൽ അങ്ങനെ കളിക്കുന്ന പ്ലെയറാണ്. പിന്നെ അദ്ദേഹത്തിന് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് വന്നതിന് ശേഷം നമുക്കറിയാം അവിടെ മിഡ്ഫീൽഡിൽ ഭയങ്കര ക്രൗഡഡ് ആണ്. ഈ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്ക് മോഹൻ ബഗാൻ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡർ നോക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം, റൂമേഴ്സും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ താപ്പ ഒരു നല്ല ചോയ്സ് പിക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം പറഞ്ഞല്ലോ നാഷണൽ ടീമിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കുന്ന പ്ലെയറാണ്. നിലവിൽ അദ്ദേഹം ആ ഒരു കഴിഞ്ഞ സീസണിലെ ഫോമില്ലായ്മയിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം നിലവിലത്തെ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്ലേയേഴ്സിനേക്കാളൊക്കെ എന്തുകൊണ്ടും താപ്പയെ പോലത്തേക്ക് ഒരു പ്ലെയറെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവരണം. അതിന് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ടൈം ഒക്കെ വേണം. കാരണം ഇത്ര വേണം ഏതാണ്ട് 800ഓളം മിനിറ്റ്സ് ഒക്കെ മാത്രമേ കളിച്ചിട്ടുള്ളൂ. സഹലിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇത്തവണ ഇഞ്ചറി ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കളിക്കുന്നൊരു പൊസിഷനാണല്ലോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഈ സീസണിൽ കൂടുതലും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിലാണ് കളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. ഒരു 4-4-2 ഒക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 4-3-3 ഒരു ഫ്രീ പ്ലെയറൊക്കെ ലെവലിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഒരു നമ്പർ 10 റോളിലൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഒരു ഹോൾഡിംഗ് പ്ലെയർ എന്ന നിലയിലേക്ക് മാറ്റുന്നതിനേക്കാൾ നല്ലത് ആ ഒരു റോൾ. നമുക്ക് ക്രിയേറ്റീവ് പ്ലെയേഴ്സിൻ്റെ ആണ്, നമ്പർ 10 പ്ലെയേഴ്സിൻ്റെ ആണ് ഇന്ത്യൻ ഫുട്ബോൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചോയ്സ് എൻ്റെ ഒരു ഇപ്പോൾ ആഷിക്ക് പോയതുപോലെ വേറൊരു രീതിയിൽ അദ്ദേഹം ഒരു ക്ലബ്ബ് പിക്ക് ചെയ്യണം. നാഷണൽ ടീമിന് ഗുണകരമാകുന്ന രീതി ഞാൻ പറയുകയാണ്. അല്ലാണ്ട് ഈ മോഹൻ ബഗാനിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ സാലറി കിട്ടുന്ന ക്ലബ്ബൊക്കെ ആയിരിക്കും. പക്ഷേ നാഷണൽ ടീം പെർസ്പെക്റ്റീവിലാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. പിന്നെ നാഷണൽ ടീം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 35ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള, പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള, നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ ആ ഒരു നാഷണൽ ടീമിൽ കളിക്കുകയാണെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പ്ലെയറാണ്. നമുക്ക്
ഖത്തറിനെതിരെയൊക്കെയുള്ള മത്സരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മെമ്മറബിൾ മാച്ചായിട്ട് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 3 പ്ലേയേഴ്സും നാഷണൽ ടീമിന് ആവശ്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ എത്ര പേര് ഉടനെ തന്നെ പിക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം പല പ്ലേയേഴ്സിനും ഗെയിം ഡേയും ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഗെയിം ഡേയും കളിച്ച് പറഞ്ഞാൽ നാഷണൽ ടീമിലെ അവരുടെ സ്പോട്ട് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എന്തിനെന്നറിയാതെ ചുമ്മാ പേര് നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇവരൊരിക്കലും നാഷണൽ ടീമിൽ നിന്ന് ഡിസപ്പിയർ ആകേണ്ട പ്ലേയേഴ്സ് അല്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ സൂചിച്ചാണ് കമ്പോസിലും സനിയ.